അമ്മേ തളച്ച പൊങ്ങട്ടെ, പൊങ്ങി തൂകട്ടെ. ആ ഭാഗ്യം, കിഴക്കോട്ട് തന്നെയാ തൂകിയത്. അപ്പൊ കഴിഞ്ഞു. മോളെ, ഇത് ഓഫ് ചെയ്തിട്ടേ പഞ്ചസാര ഇട്ട് കലക്ക. ഓഫായില്ലടി. കുറച്ച് കൂട്ടിട്ടോ, ഇവിടെ പഞ്ചാര കൂടിയ കുറെ ആൾക്കാരുണ്ട്. എടി, ഇനി ഈ പാല് വേണം എല്ലാ ഗ്ലാസ്സിലും ഒഴിച്ച് എല്ലാവർക്കും കൊടുക്കണം. പാല് തിളപ്പിച്ചിട്ട് മധുരോട്ട് കുടിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ രാത്രി ഗൃഹനാഥനും ഗൃഹനാഥയും അന്തി ഉറങ്ങേണ്ടത് ഈ പാല് കാച്ചി കയറിയ വീട്ടിലാണ്. ഇല്ലെങ്കിൽ കയറക്കൂടി ആഴ്ചന് താനങ്ങ് ഇറങ്ങി പോവേ. എടീ, നീ നൂറ്റാണ്ടിലൊന്നല്ലേ ജീവിക്കണേ? അല്ല പിന്നെ. എടാ, 1-2 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് താമസിക്കാളല്ലേ, പിന്നെ നിന്നെ ഇവിടെ തിരക്കുടിച്ച് താമസിക്കണേ? അതില് കമലം പറഞ്ഞതിൽ ചില സത്യങ്ങളുണ്ട്. ഈ ഒരു ചടങ്ങോടുകൂടി വീട് ഉണർന്നു കഴിഞ്ഞു. വീട് നമ്മളെ ഇഷ്ടപ്പെട്ടാലേ ആ വീട്ടിൽ താമസിക്കാൻ നമുക്ക് സന്തോഷം ഉണ്ടാവൂ. അതുകൊണ്ട് ഇന്നത്തെ ഒരു രാത്രി ഗൃഹനാഥനും ഭാര്യയെ ഈ വീട്ടിൽ താമസിക്കുന്നത് ഇവിടെ താമസിക്കുന്നവർക്ക് സന്തോഷം തരുന്ന കാര്യമാ. ഇന്ന പിന്നെ ആലോചിച്ച അങ്ങനെ ചെയ്യാം. താമസിക്കാല്ലേ? എന്റെ ഒരു കാര്യേ, എല്ലാവർക്കും സന്തോഷം നൽകാൻ ഞാൻ തന്നെ വേണം. എനിക്കാണെങ്കിൽ സന്തോഷം ഒരിടത്തു നിന്നും കിട്ടുന്നുമില്ല. ആശാനോട് കുറച്ച് കടവായിട്ട് ചോദിക്കാം, ആശാൻ തരും. എന്നാലും നിനക്കെങ്കിലും ഇത്തിരി സന്തോഷം എനിക്ക് തരാൻ മേലേ. ശാന്തയാ. ശാന്തേ. ശാരദാമ്മേ, ഇവിടെ ശാരദാമ്മയെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. ആരാ ശാന്തേ? സത്യാമ്മ. സത്യാമ്മയോ? അതെന്തിനാ എന്നെ കാണാൻ വന്നത്? വന്ന കാര്യം വല്ലതും പറഞ്ഞോ? ഇല്ല, ഇരിപ്പ് കണ്ടിട്ട് ശാരദാമ്മയെ കണ്ടിട്ട് തന്നെ പോകാനുള്ള ഇരിപ്പാ. ശരി, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. മോളെ, സത്യാമ്മ കടയിൽ വന്നിരിക്കുന്നു. അല്ല, അമ്മ എവിടെ? എന്താ കാര്യമെന്ന് അറിയില്ല. മോളെ, വല്ല കുഴപ്പമുണ്ടോ? സത്യാമ്മ ഇപ്പൊ അങ്ങനെ വരാത്തതല്ലേ? അതാ ഞാനും ചിന്തിക്കുന്നേ. സത്യം ആരുടെ മോളാ? ഇന്നലെ അമ്മ ചോദിച്ചതിന്റെ പിന്നാലെ സത്യങ്ങൾ അറിയാൻ വേണ്ടി അമ്മ പോവാണോ? വിഷ്ണുട്ട, സത്യാമ്മ അവിടെ? അതാ ഞാൻ ആലോചിക്കുന്നേ. നീ ഇവിടെ ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടി കിടക്കുമ്പോഴേ എനിക്കങ്ങനെ മനസ്സുറപ്പിച്ച് അവിടെ ഇരിക്കാൻ പറ്റുന്നേ. അങ്ങനെ ചെയ്താ ഞാൻ നിന്നോട് കാണിക്കുന്ന നന്ദി കേട്ടില്ലേ മോളെ? അത് കാരണമേ, നീ കിടക്കുന്നതേ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ. അതാര് മറന്നാലും എനിക്ക് മറക്കാനൊക്കത്തില്ല. ഉപേന്ദ്രന്റെ ദേഷ്യം മുഴുവൻ എന്നോടാ. അവൻ എന്നെ കൊല്ലാൻ തന്നെ വന്നത്. ശ്യാമ എന്നെ തള്ളി മാറ്റിയില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യത്തില് ഒരു തീരുമാനമായേനെ. അവൻ ദുഷ്ടനാ. ചെറുപ്പം പോലെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് അവനൊരു ഹരമായിരുന്നു. കാശുണ്ടാക്കാനായി പല വഴികളും നോക്കി, പലരുമായിട്ട് കൂട്ടും കൂടി, പല ബിസിനസ്സുകളും അവൻ ചെയ്തു. അവനെല്ലാം നേടി. പക്ഷേ ബന്ധങ്ങൾ അതവന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചതാ. അതുകൊണ്ട് തന്നെ ഒരാളോടും കാരുണ്യമോ കരുണയോ ഒന്നുമില്ല.
ഞാൻ രോഹിത്തിനോട് പറഞ്ഞതാ പുറത്തേക്ക് ഇറങ്ങുമ്പോ സൂക്ഷിക്കണമെന്ന്. നമ്മുടെ വീട്ടിൽ വന്ന് തോക്ക് ചൂണ്ടാൻ മടിയില്ലാത്ത ആൾക്ക് നടു റോഡിലോ തിരക്കുള്ള ഈ ഹോസ്പിറ്റലിലോ കടന്നുവെന്ന് എന്ത് വേണേലും ചെയ്യാം. നമ്മുടെ രക്ഷ നമ്മൾ തന്നെ നോക്കാതെ ആര് നോക്കാനാച്ചാ? ആ അത് ശരിയാ ശ്രദ്ധിക്കണം കേട്ടോ. അല്ല, കേസിന്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ വഴിക്ക് നടക്കുന്നില്ലേ? അതൊരു ചടങ്ങ്. ചന്ദ്രബോസ് ACPയുടെ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഉപേന്ദ്രനെ അവരൊന്നും ചെയ്യില്ല. ആ ഒരു ഉറപ്പ് ഉപേന്ദ്രനുണ്ട്. നമുക്ക് നോക്കാം. കളക്ടറായിട്ട് ശാലിനോട് ഇവിടെ ഉണ്ടല്ലോ. അവരുടെ ഇഷ്ടത്തിന് എല്ലാം അങ്ങനെ നടക്കില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അതെ, ഞാൻ അധികം നേരം ഇരിക്കുന്നില്ല. ഇറങ്ങട്ടെ മക്കളെ. ഭാമ എത്തുന്നതിന് മുമ്പേ അവിടെ എത്തണം. ഇല്ലെങ്കിൽ ചോദ്യവും പറച്ചിലൊക്കെ ഉണ്ടാവും. എവിടൊക്കെ പോയെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും വേണം. ഞങ്ങൾക്കും അച്ഛനെയും സത്യമ്മയൊക്കെ വന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സത്യമ്മ സമ്മതിക്കാത്തോണ്ടാ. ഇല്ലെങ്കിൽ ഞങ്ങൾ 1-2 ദിവസം അവിടെ വന്ന് നിന്നേനെ. എല്ലാം ശരിയാവും മക്കളെ. എല്ലാവർക്കും കൂടി പണ്ടത്തെ പോലെ നിൽക്കാൻ യോഗം ഉണ്ടെങ്കിൽ നമുക്ക് നിൽക്കാം. അതേ എനിക്കിപ്പോ പറയാൻ പറ്റുമോ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പാടവും സാർ. എന്നാ ഞാനിവരെ വിട്ടിട്ട് പണം അടച്ച് ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങി വരാം. സമാധാനായിട്ടിരിക്കുക കേട്ടോ. കുഴപ്പമൊന്നും വരത്തില്ല.